കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ BA LLB കോഴ്സ് പഠിപ്പിക്കുന്നത് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അഫിലിയേഷൻ ഇല്ലാതെ 2011 BA LLB ഓണേഴ്സ് കോഴ്സിലേക്ക് മാറിയതിന് പിന്നാലെയാണ് അഫിലിയേഷൻ റദ്ദായത്. അഫിലിയേഷൻ ഇല്ലാത്ത കോഴ്സ് പഠിച്ചിറങ്ങിയതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നതിനും തുടർ പഠനത്തിനും തടസ്സം നേരിട്ടതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. BA LLBയിൽ നിന്നും BA LLB ഹോണേഴ്സിലേക്ക് മാറിയതോടെയാണ് 2011 കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ ഡിഗ്രി കോഴ്സിന് അഫിലിയേഷൻ റദ്ദായത്. വർഷം 15 കഴിഞ്ഞിട്ടും അഫിലിയേഷൻ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. 2011 തൊട്ട് അംഗീകാരമില്ലാതിരിക്കെ തന്നെ 2016 ഒരു ഇൻസ്പെക്ഷന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. അന്ന് ഇതേപോലെ തന്നെ ഈ എൻറോൾമെൻറ്റിന് ആവശ്യമായ തുക എത്രയാണെന്ന് പറഞ്ഞു പോകും. വളരെ കെയർലെസ് ആയിട്ടാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ എത്തുന്നില്ല. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് അഫിലിയേഷൻ ലഭിക്കാത്തതിന് കാരണമായി കോളേജ് അധികൃതർ പറയുന്നത്. അഫിലിയേഷൻ ഇല്ലാത്ത കോളേജുകളിൽ നിന്നും പാസ്സായവരെ എൻറോൾ ചെയ്യിക്കരുതെന്ന കർശന നിർദ്ദേശം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടാത്തതാണ് കേരളത്തിൽ എൻറോൾ ചെയ്യുന്നവരെ പ്രതികൂലമായി ബാധിക്കാത്തതിന് കാരണം. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഇതേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എൻറോൾമെൻറ്റും അതേപോലെ തന്നെ എയ്ബ് എക്സാമും ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ കെയർലെസ് ആയിട്ടാണ് ഈ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം വിദേശത്ത് ജോലി ചെയ്യാൻ ശ്രമിച്ചവരെ സാരമായി ബാധിച്ചതോടെയാണ് കോടതിയെ സമീപിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. സലാം മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.